ഹലോ, ഈ അരമുറി തക്കാളി കൊണ്ട് നമുക്ക് നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കും. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്താൽ ഒരു ഗ്ലോ കിട്ടുമല്ലോ, ആ ഒരു ഗ്ലോ ഒറ്റ യൂസിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആദ്യം ഈ ഒരു അരമുറി തക്കാളീൻ്റെ മേലയിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം തേൻ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച മുഖത്തേക്ക് ഇത് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരച്ചിട്ട് കഴുകിക്കളയുക, ആ ഒരു പരിപാടി എടുക്കാൻ പാടില്ല. നമ്മൾ ബ്യൂട്ടി പാർലറിലെല്ലാം പോയിട്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവർ എത്രത്തോളം മസാജ് നമ്മളെ മുഖത്ത് കൊടുക്കുന്നത്. ആ മസാജിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗ്ലോ റിസൾട്ടെല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു തക്കാളി ഉപയോഗിച്ചിട്ട്, ഈ തേനും തക്കാളി ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം 2 മിനിറ്റ്, കറക്റ്റ് 2 മിനിറ്റ് നിങ്ങൾ എല്ലാ ഭാഗത്തും, മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലൊരു മസാജ് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലൊരു സർക്കുലർ മോഷനിൽ നിങ്ങളെ മുഖം കംപ്ലീറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം കുറച്ച് പാൽ ഉപയോഗിച്ചിട്ട് അതൊന്ന് തുടച്ച് കളയുക. തുടക്കുകയോ കഴുകുകയോ ചെയ്യുക. ഇനി പാൽ ഉപയോഗിച്ചിട്ട് കഴുകുക എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് കൂടുതൽ പാൽ വേണ്ടി വരും. അപ്പോൾ നിങ്ങളൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ ഉപയോഗിച്ചിട്ട് മുഖം നല്ല രീതിയിൽ പാൽ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. ഈ പാൽ എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസറാണ്. നമ്മളെ മുഖം നല്ല രീതിയിൽ, നമ്മളെ മുഖത്തുള്ള ആ ഒരു ഡേർട്സ് എല്ലാം പോകാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇതേപോലെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനീ പറഞ്ഞ അതേപോലെ ചെയ്യണം കേട്ടോ. 2 മിനിറ്റ് മസാജ് ചെയ്യണം, അതിനുശേഷം 5 മിനിറ്റ് വെച്ചിട്ട് പാൽ ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിക്കളയാം. ഇനി ആ സെയിം പാലിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പാൽ മതി. അതിലേക്ക് മുൾത്താണി മിട്ടീൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. മുൾത്താണി മിട്ടി എന്ന് പറഞ്ഞാൽ ഒരു തരം ക്ലേ ആണ്. ഇത് സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കര സഹായിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ ഉറപ്പായിട്ടും സ്കിൻ കെയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പൗഡർ വാങ്ങി വെക്കുന്നത് നിങ്ങൾക്ക് മുഖം നല്ല നിറം വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. കടലപ്പൊടി, അരിപ്പൊടി എല്ലാം ആയിക്കോട്ടെ, അതിനേക്കാളെല്ലാം ബെസ്റ്റ് റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് മുൾത്താണി മിട്ടി എന്ന് പറയുന്നത്. ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഏറ്റവും ബെസ്റ്റ് മുൾത്താണി മിട്ടിയാണ് കേട്ടോ. ഇത് പാലിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മിനിറ്റ് തന്നെ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ ഫേസിലും കഴുത്തിലും നിങ്ങൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ മുൾത്താണി മിട്ടി പെട്ടെന്ന് തന്നെ മുഖത്ത് ഡ്രൈ ആവും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടല്ലോ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ വീണ്ടും ഒരു കോട്ടിങ്ങും കൂടി നിങ്ങൾ കൊടുക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിൽ വെക്കുക. ഇത് 15 മിനിറ്റ് ഫേസിൽ വെച്ച് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഒരു കുറച്ച് തണുപ്പുള്ള വെള്ളത്തിൽ, ഒരു ഭയങ്കര തണുപ്പുള്ള ഐസ് വെള്ളത്തിലല്ല, കുറച്ച് തണുപ്പുള്ള വെള്ളത്തിൽ നിങ്ങളിതൊന്ന് കഴുകിക്കളയാം. ആ ഒരു കഴുകുന്ന സമയത്ത് തന്നെ നിങ്ങളെ മുഖത്ത് വരുന്ന ആ ഒരു ഗ്ലോ കണ്ട് നിങ്ങൾ ഞെട്ടും. കാരണം ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് എൻ്റെ കൈ കഴുകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. കയ്യിലുള്ള സ്കിന്ന് പോലെയല്ല നമ്മുടെ ഫേസിൽ ഉള്ള സ്കിന്ന്, ഇതിലും നല്ല റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വലിയ വില കൊടുത്തിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്നൊരു പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫേസിൽ ചെയ്തിട്ടൊന്ന് കഴുകിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കണ്ണാടി നോക്കിയാൽ ഞെട്ടും. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് അറിയിക്കുക കേട്ടോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.